ടിനി ടോമിന് എതിരായ പരാതിയിൽ നടി അൻസിബ ഹസൻ മൊഴി നൽകുകയാണ്. കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെത്തിയാണ് മൊഴി നൽകുന്നത്. നവമിയുണ്ട് വിശദാംശങ്ങളുമായി. നവമി, ഈ മാസം 1-ാം തീയതിയാണ് അൻസിബ കടവന്ത്ര പോലീസിൽ പരാതി നൽകുന്നത്. മതപരിവർത്തനവും ഒക്കെ ബന്ധപ്പെട്ടാണ് വിഷയങ്ങൾ നടക്കുന്നത്. അൻസിബ മൊഴി നൽകുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ, എത്ര മണിക്കാണ് അൻസിബ എത്തിയത് സ്റ്റേഷനിൽ? ഹരി 2:30 തന്നെ ഹൻസിബ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകാനായി എത്തിയിട്ടുണ്ട്. ഒപ്പം ഹൻസിബയുടെ പക്കലുള്ള തെളിവുകളും പോലീസിന് മുന്നിൽ ഹാജരാക്കാനാണ് ഹൻസിബ എത്തിയിരിക്കുന്നത്. ഇത് ഇൻഫോ പാർക്ക് പോലീസിനായിരുന്നു ആദ്യം ഹൻസിബ പരാതി നൽകിയത്. പക്ഷേ ഈ സംഭവം നടന്നത്, അതായത് ഈ അന്ന് ടിനി ടോമിൽ നിന്നും ടിനി ടോം തന്നെക്കുറിച്ച് മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി, അല്ലെങ്കിൽ ടിനി ടോം ഇത്തരത്തിലുള്ള തനിക്കെതിരെ താൻ മതപരിവർത്തനത്തിനടക്കം നടത്താൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള പരാമർശം നടത്തിയത് കടവന്ത്രയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിലെ അമ്മയുടെ കുടുംബ സംഗമ വേദിയിലായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഇടത്തായിരുന്നു. അതുകൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത് കടവന്ത്ര പരിധിയിലായതിനാലാണ് ഇൻഫോ പാർക്ക് പോലീസ് കടവന്ത്ര പോലീസിന് ഈ കേസ് കൈമാറിയത്. അതിന്റെ മൊഴി നൽകുവാനാണ് അൻസിബ എത്തിയത്. നമുക്കറിയാം, അമ്മ സംഘടനയിലടക്കം അൻസിബ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞതാണ്, പരാതി നൽകിയതാണ്. പക്ഷെ പ്രത്യേകിച്ച് ഒരു നടപടിയൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് അൻസിബ ഇപ്പോൾ പോലീസിനെ സമീപിക്കുവാനായി തീരുമാനിച്ചത്. ടിനി ടോമിനെതിരെ ഈ സ്ത്രീത്വത്തെ അപമാനിക്കലടക്കമുള്ള കാര്യങ്ങളാണ് അൻസിബ ചൂണ്ടിക്കാട്ടുന്നത്. പോലീസ് പക്ഷേ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അൻസിബയുടെ വിശദമായ മൊഴി എടുത്തതിന് ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക്, കേസ് രജിസ്റ്റർ ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയുള്ളൂ. എന്തായാലും അൻസിബയ്ക്ക് പറയാനുള്ളതെല്ലാം പോലീസിന് മുൻപിൽ പറയും. ഇനിയിപ്പോൾ ടിനി ടോമിനെയും വിളിച്ചു വരുത്താനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. 2 പരാതികളാണ് അൻസിബ നൽകിയിരിക്കുന്നത്. ഒന്ന് ലക്ഷ്മിപ്രിയക്കെതിരായിട്ടുള്ള പരാതി, അത് തൃക്കാക്കര ACPയുടെ മുന്നിലുണ്ട്. അതിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അൻസിബ മൊഴി നൽകുകയും ചെയ്തിരുന്നു. മറ്റൊന്ന് ഇപ്പോൾ കടവന്ത്രയിലെ മൊഴി രേഖപ്പെടുത്തലാണ്. അത് ടിനി ടോമിനെതിരായിട്ടുള്ള ഒരു പരാതി കൂടിയാണ്. സൈബർ ആക്രമണം, തനിക്കും തന്റെ കുടുംബത്തിനും എതിരായിട്ടുള്ള സൈബർ ആക്രമണം വരെ നടക്കുന്നുണ്ട്. ഈ ടിനി ടോമിന്റെ ഇത്തരത്തിലുള്ള പരാമർശം, അല്ലെങ്കിൽ ടിനി ടോമിനെതിരായി താൻ പ്രതികരിച്ചതിൽ തനിക്കെതിരെ സൈബർ ആക്രമണം വരെ നടക്കുന്നു എന്നുകൂടി അൻസിബ പോലീസിന് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഹരി, വ്യക്തമാണ്. എന്തായാലും അൻസിബ ഹസൻ പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകുകയാണ്. നവമിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.